വാട്സ്ആപ്പ് സർവീസ് വെൽക്കം ബാക്ക്. ഫൈനൽ നമ്മൾ സ്പൈഡർമാൻ വന്നേക്കാണ്. എങ്ങനെയുണ്ടോ ക്യാരക്ടർ മോശക്കേടായിട്ടില്ല. ഷൂസിട്ടിട്ടില്ല. അയ്യോ ഷൂസിട്ടിട്ടില്ല. രസമുള്ള സ്വയമാണ്. പക്ഷെ എന്നാലും കുഞ്ഞു നോക്കുമ്പോൾ മൂന്ന് രക്കാലത്ത് സ്പൈഡർ ലെവൽ അങ്ങനെയൊക്കെ ഇടിക്കടേ പറഞ്ഞാൽ ഓണാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മാക്സ് പോയാലേ എന്തൊക്കെ പറയണം. ഇവിടെ എന്തോ നല്ല കൂട്ടാൻ സാമ്പാർ എൻ്റെ സാമ്പാർ നീ എൻ്റെ എടുക്കണേനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂട്യൂബിലായിട്ട് ഇയാളുടെ ചാനലുണ്ട്. ആ ചാനലിൽ തീർത്തളയാം. എന്താണ്ടായേ? ഞാനും ചത്തൂലോ. ഓക്കെ, അപ്പൊ സൂപ്പർ കാർസിന്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. ഈ വലയല്ലേ പിന്നെ 313 പിന്നെ S314 പിന്നെ S315 വിശ്വാസമില്ലെങ്കിൽ കാണിച്ചത് ആരും അങ്ങനെ പ്ലെയർ അയാളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉണ്ടാവും. അത് കോപ്പി ചെയ്യണം. അപ്പം ഇങ്ങനെ തന്നെ ഒരു സാധനം ഉണ്ടാവും. എനിക്കിഷ്ടമുള്ളത് ഒരുപാട് ഇഷ്ടമായിട്ട് ഭയമാണ് എടുത്ത് ടോസ്റ്റ് താള് ബൈക്കല്ലെടുക്കാം. കോപ്പി ലിങ്ക് അടി കാണും. അത് ആ ലിങ്ക് കോപ്പി ചെയ്യാം. മറ്റേ പ്ലേ ചെയ്യാം. ഗെയിം പ്ലേ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് ഒക്കെ വണ്ടികൾ കൊണ്ട് റെഡിയായി ലോഡ് അപ്പം ഒരു സാധനത്തായിട്ടാണ്. അപ്പോൾ അവർ കിട്ടി അവിടെ മൈക്ക് ഓരോ പോലെയുണ്ട്. ഇഷ്ടപ്പെട്ടില്ല. ഫ്രാങ്ക്ലിൻ ഉണ്ട്. ഫ്രാങ്ക്ലിൻ അടിപൊളിയാണ്. ട്രെവറിനാണ് ചേട്ടാ. ട്രെവറിന് ഹാക്കൊക്കെ സംഭവിക്കും. അറിയൂല ഹാക്ക് സംഭവിക്കുമെന്ന്. നോക്കാം. ഹാക്ക് സംഭവിക്കാൻ കൂടുതലാണ്. ഹാക്ക് സംഭവിക്കും. ഫ്രാങ്ക്ലിനെ ഇട്ട് നോക്കാം. ഫ്രാങ്ക്ലിൻ
മിക്കവാറും ചോര കുടിച്ചാലല്ലേക്കും. ഫ്രാങ്ക്ലിൻ പാവല്ലേ, ചോര കുടിച്ചാലല്ലേക്കും. ഫ്രാങ്ക്ലിൻ ചോര കുടിച്ചാൽ ആവാതിരിക്കാൻ പറ്റി. മൊബൈൽ ലിങ്ക് എനിക്ക് ഇതിൻ്റെ വിലടാ ചോര കുടിച്ചാൽ ഫ്രാങ്ക്ലിൻ ചോര കുടിച്ചതല്ല. थोड़ा आराम कर लेते हैं, बहुत थक गया हूं। ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് ശരിക്കും എന്നിട്ട് ഫസ്റ്റത്തെ മെനു കോഡ് ആണ് S314. அடுத்தது S315. ഇതാണ് ന്യൂ അപ്ഡേറ്റ് വന്ന കാർസ്. ഇത് ന്യൂ അപ്ഡേറ്റ് വന്ന കാർസാ. എങ്ങനെയുണ്ട്? ക്യാപ്റ്റൻ അമേരിക്ക, ഡെഡ്പൂൾ. അടുത്ത് എന്തൊക്കെയാ വന്നേന്ന് എനിക്കല്ലേ നോക്കേണ്ട സഹായമുണ്ട്. അയാളുടെ വീഡിയോ ഉണ്ടാവും, എൻ്റെ വീഡിയോ ഉണ്ടാവും. സത്യം ആദ്യത്തെ ചീറ്റ് കോഡ് ഇതാ ആഷ് 313. ഇതടിച്ചു കഴിഞ്ഞാ നിസാൻ GTR സ്പോണാവും. ഇതാണ് നിസാൻ GTR, നൈസ് കാറാ. ഇനി അടുത്ത ചീറ്റ് കോഡാണ് ആഷ് 314. ഇതടിച്ചു കഴിഞ്ഞാ ഫെറാറിയുടെ കാർ സ്പോണാവും. ഇനി അടുത്ത ചീറ്റ് കോഡാണ് ആഷ് 315. ഇതടിച്ചു കഴിഞ്ഞാ ലംബോർഗിനി സ്പോണാവും. ഇത് ഏതാ മോഡല്? അവന്റേഡർ തോന്നുന്നുട്ടാ. ഈ 3 സൂപ്പർ കാറാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നത്. ഇനിയിപ്പോ NPC ഒക്കെ എങ്ങനെ സ്പോൺ ആക്കണെന്ന് കാണിച്ചു തരാം. അതിനായിട്ടേ ഡിസ്ക്രിപ്ഷൻ ബോക്സില് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് ഓപ്പൺ ആവും. ഇതാണ് ആ സൈറ്റ്, itemods.com. ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോയുടെ ഇഷ്ടം പോലെ മോഡ്സ് കിട്ടും. നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും. ഇവിടെ ആർമി ഓഫീസർ ഉണ്ട്, ബെൻടൻ ഉണ്ട്, ഗോഡ്സില്ല, ഗോക്കു, ഗ്രാനി, ഇഷ്ടം പോലെ മോഡ്സ് ഉണ്ട് കേട്ടാ. നമുക്കപ്പോ ഇതിലെ അയൺമാനെ സെലക്ട് ചെയ്യാം. അവിടെ ഡൗൺലോഡിന്റെ ബട്ടൺ ഉണ്ട്, അത് അമർത്ത. അന്നേരം ഈ ഫയല് ഡൗൺലോഡ് ആവും. അപ്പുറത്ത് പിന്നെ കോപ്പി ലിങ്കിന്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടാ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ നമ്മള് ആ ഫയല് ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡ് ചെയ്ത ഫയലില്ലേ, അത് ഡൗൺലോഡ്സിന്റെ ഫോൾഡറിലുണ്ടാവും. അത് ഓപ്പൺ ആക്ക. എന്നിട്ട് സെർച്ചില് അയൺമാനെ ടൈപ്പ് ചെയ്യാ. അന്നേരം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലില്ലേ, അത് കാണാൻ പറ്റും. ironman.fbx FBXന്റെ ഫയലാ. ഇനി അത് കോപ്പി ചെയ്യാ. എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. എന്നിട്ട് ഡോക്യുമെന്റ്സിന്റെ ഫോൾഡർ സെലക്ട് ചെയ്യാ. ഇവിടെ IT എന്ന് കാണാൻ പറ്റും. ആ ഫോൾഡർ സെലക്ട് ചെയ്യാ. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാ. നമ്മളങ്ങനെ ആ മോഡ് ഇൻസ്റ്റാൾ ചെയ്തു. ഇവിടെ പിന്നെ വേറെ കുറെ മോഡ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാ. ഇനിയിപ്പോ ITയുടെ ഫോൾഡർ ഇല്ലെങ്കിലേ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തോ, എന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇനിയിപ്പോ ആ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാ. റീസ്റ്റാർട്ട് ചെയ്തിട്ടേ IT മെനുവില്ലേ പിന്നെന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചാ ചലഞ്ച് ചലഞ്ച് പ്ലെയർ മോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എത്രയേ ഉള്ളൂ പരിപാടി.
എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഇങ്ങനെയാണ് LOADURLMODEN അടി പഠിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ലോഡിങ് കഴിയാതെ വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സെലക്ട് ആയ ആള് നിങ്ങൾക്ക് കിട്ടിക്കോളും. പൊളിച്ച് കണ്ട വാങ്ങാൻ പറ്റും. मेरे लिए कुछ काम हो तो बताओ बेटा, आज बहुत बोर हो रहा हूँ. ഇവനെ കുറേ ദിവസമായി ഇവൻ്റെ ശല്യം. എന്നോട് വാടാ. അവളുടെ ശല്യം കൂടി വരാ. നീ അവിടെ കിടക്ക്. എന്നിട്ട് പണിയൊക്കെ നീ പോ. ഇവിടെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റൂല. കൊല്ലാനൊക്കെ പറ്റൂല. ഇത് അപ്ഡേറ്റ് വന്നൊക്കെ വെച്ചവിടെ ഗ്ലിച്ച് സംഭവിക്കും. അറിയില്ല, നോക്കാം. സംഭവിക്കൂടെ എനിക്കറിയൂല ഗ്ലിച്ച് സംഭവിക്കുന്നത്. ഫുഡ് കൊള്ളാം. ഒരു ഓർഡർ ഉണ്ടോ?
ഷോട്ട് നോർമൽ Wonderful, thanks, Auntie. Take it, and just come back. Wonderful, thanks, Auntie. Take it, and just come back. Wonderful, thanks, Auntie. Wonderful, thanks, Auntie. And just come back. Wonderful, thanks, Auntie. Take it, and just come back. നിങ്ങളോട് തോന്നല്ലേ ഡ്രസ് മാറ്റാണ്ടോ Wonderful, thanks, Auntie. Take it, and just come back. Wonderful, thanks, Auntie. Wonderful, thanks, Auntie. Take it, and just come back. Wonderful, thanks, Auntie. Take it, and just come back. Wonderful, thanks, Auntie. Take it, and just come back. Wonderful, thanks, Auntie. Take it, and just come back. मेरे लिए कुछ काम हो तो बताओ बेटा, आज बहुत बोर हो रहा हूँ. बताओ ചേട്ടാ ബാക്കി കബ Wonderful, thanks, Auntie. Take it, and just come back. അയാളുടെ വീഡിയോ ഉണ്ടാവും എൻ്റെ വീഡിയോയും ഉണ്ടാവും ബൈ ITM മെനുവില്ലേ ITM മെനു ഓപ്പൺ ആക്ക. അന്നേരം ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ചേഞ്ച് പ്ലെയർ മോഡല്, സ്പോൺ NPC. അതില് സ്പോൺ NPC സെലക്ട് ചെയ്യുക. സൈസ് പിന്നെ ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ നോർമലാ കൊടുക്കണേ. നേരത്തെ നമ്മള് അയൺമാന്റെ ഫയല് ഡൗൺലോഡ് ചെയ്തില്ലേ, ആ അയൺമാന് സെലക്ട് ചെയ്യുക. അന്നേരം മുമ്പില് അയൺമാൻ സ്പോൺ ആവും. ഇതേ കണ്ടില്ലേ, അയൺമാൻ സ്പോണായി. ഇത് പിന്നെ നോർമൽ സൈസാ. നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം. ഇതില് ബിഗ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അയൺമാൻ വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ മുമ്പില് വലിയ അയൺമാൻ സ്പോൺ ആവും. അതും അങ്ങനെ സ്പോണായി. ഇനി നമുക്കും അയൺമാൻ ആയിട്ട് മാറാൻ പറ്റും. നമ്മുടെ ജാക്കില്ലേ, ഈ ക്യാരക്ടറും അയൺമാനാക്കി മാറ്റാം. അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ചേഞ്ച് പ്ലെയർ മോഡല്. എന്നിട്ട് ഇഷ്ടമുള്ള സൈസ് കൊടുക്കുക, അയൺമാൻ സെലക്ട് ചെയ്യുക. അന്നേരം നമ്മള് അയൺമാനായിട്ട് മാറും. ഇതേ കണ്ടില്ലേ, നമ്മളും അയൺമാനായിട്ട് മാറി. ഈ അപ്ഡേറ്റ് ഇപ്പോൾ ഏതായാലും നൈസായിണ്ട്. നമ്മൾ പിന്നെ ആ സൈറ്റ് ഓപ്പൺ ആക്കിയില്ലേ, അന്നേരം ഡൗൺലോഡിന്റെ അപ്പുറത്തെ കോപ്പി ലിങ്കിന്റെ ഓപ്ഷനും ഉണ്ട്. അതും എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു മോഡ് സെലക്ട് ചെയ്യാം. ഞാൻ മോട്ടോന്റെ നോക്കണേ. അപ്പുറത്ത് കോപ്പി ലിങ്ക് ഉണ്ട്, അതും അമർത്തി. അന്നേരം ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ITM മെനു ഓപ്പൺ ആക്ക, സ്പോൺ NPC കൊടുക്കുക. അടിയിൽ കണ്ടില്ലേ ലോഡ് URL മോഡൽ എന്ന് കാണും, അതുമ്മ ക്ലിക്ക് ചെയ്യുക. അന്നേരം ആ ലിങ്ക് പേസ്റ്റ് ആവും. അപ്പൊ അതേ മോട്ടോന്റെ ക്യാരക്ടർ നമ്മുടെ മുമ്പിൽ സ്പോണായി. അതേപോലെ തന്നെ നമ്മുടെയും മാറ്റാം. ചേഞ്ച് പ്ലെയർ മോഡൽ കൊടുക്കുക, ലോഡ് URL മോഡൽമേ ക്ലിക്ക് ചെയ്യുക. കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും മോട്ടോ ആയിട്ട് മാറും.
അപ്പൊ ഇതേപോലെയാണ് NPCയുടെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാവർക്കും സംഭവം മനസ്സിലായിണ്ടാവും വിചാരിക്കണോ? എന്തെങ്കിലും ആവട്ടെ. അപ്പോ अरे भाई यहाँ तो सब प्रो लग रहे हैं यार. अरे भाई तू टेंशन मत ले, तेरा भाई इन सबको अकेले मारेगा क्योंकि तेरा भाई गेम मास्टर प्लेयर है. मगर लेकिन भाई तुम तो ब्रोंज में है. अरे भाई मैं मतलब जाने वाला हूँ. भाई तू मेरे साथ रहना वरना तुझे कोई मार देगा, ठीक है? നിനക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ആ ഞാൻ ചോദിക്കണതിനൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം. നോക്കാം. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല. ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇത് തേങ്ങ സ്കൂളിൽ പോണ്. Hi, I'm Nalini Brahman. അപ്പോ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവര് ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാട്ടാ. ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യാട്ടാ. ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്.